Brahat Sunni Sammelan was held by the Mangalore Muslim folks on the city grounds at Deralakatte on Sunday evening, March 25th. The Sammelan was organized by Sunni Active Committee of Deralakatte in protest against the Salafi movement. The members of Sunni committee have claimed that Salafi have been involved in activities which tarnish the image of Islam as a whole. The Sammelan was inaugurated by Shaikhuna Bekal Ibrahim Musliyar, Karnataka President of Jamaat ul Ulema. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 കൊല്ലങ്ങളെ കൊണ്ട് അല്ലാഹു തആല വഹിയായി അറിയിച്ചു, അതിനെ പൂർത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ദീൻ പൂർത്തിയായി. പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ ദീനിൽ ഇനി ഒരു കാര്യം ചേർക്കേണ്ടത് ഇല്ല, ഉള്ളതിനെ ചുരുക്കാനും പറ്റുകയില്ല. പൂർണ്ണമായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം ഏതുവരെ നിലനിൽക്കേണ്ടത്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രമല്ല, സർവ്വലോകത്തേക്കും ആണ് ഈ ദീനുൽ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയിരിക്കുന്നു. മഹാന്മാരായ സഹാബാക്കൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പഠിപ്പിച്ചു, പിൻഗാമികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി അതിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ളത് കളയാനും പറ്റുകയില്ല. കൂട്ടിച്ചേർത്താൽ ആ ചേർത്തത് അത് ഇസ്ലാം അല്ല, അത് ദീനല്ല. ചുരുക്കിയാൽ ഇസ്ലാമിന്റെ ചില ഭാഗങ്ങളെ വിട്ടു എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു, തങ്ങളെ അല്ലാഹു തആല വഹി അറിയിച്ചു, അതിനെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇല്ല ആരുടെയും ബുദ്ധിന്റെ ആവശ്യം, ബുദ്ധി കൊണ്ട് ഇതിൽ ചേർക്കാൻ പറ്റുകയില്ല. ദീൻ ബുദ്ധിയല്ല, അത് വഹിയാണ്. അത് കിട്ടണമെങ്കിൽ നമ്മളുടെ മുൻഗാമികളിൽ നമ്മൾ പഠിക്കണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചവർ അല്ല. സഹാബാക്കളെ നമ്മൾ കണ്ടിട്ടില്ല, താബിഈങ്ങളെയോ താബിഈകളെയോ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ ഉസ്താദുമാരിൽ നിന്നാണ് നമ്മൾ ദീനുൽ ഇസ്ലാം പഠിച്ചത്. അവരാണ് ഖുർആനും ഹദീസും അതിന്റെ വ്യാഖ്യാനം മുൻഗാമികൾ പറഞ്ഞത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നവർ. അവരെ വിട്ടിട്ട് ഉള്ള പരിപാടിയിൽ ഇതാണ് ആലിമീങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ആലിമീങ്ങൾ ദീനുൽ ഇസ്ലാമിന് യാതൊരു മാറ്റവും ഇല്ലാതെ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. ഉലമാക്കൾ ദീൻ പറയുമ്പോൾ ഞങ്ങൾക്കും എന്തുകൊണ്ട് ദീൻ പറഞ്ഞുകൂടാ എന്ന് ചിന്തിച്ച് ഒരു വിഭാഗം ആളുകൾ, ദീൻ അറിയില്ല, ഖുർആൻ അറിയുകയില്ല, ഹദീസും അറിയുകയില്ല, അതിന്റെ വ്യാഖ്യാനവും അറിയുകയില്ല, അറിയാതെ ഞങ്ങൾ ദീൻ ഞങ്ങൾക്കും അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കി പറയുക. ഇതാണ് പുതിയ വാദങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളത്. സ്വന്തം MSM Abdul Rashid Zaini Kamil Sakafi, President of SSF of Karnataka, delivered the introductory talk. Hundreds of Sunni fellowmen from in and around Mangalore attended this Sammelan, giving their complete support for the cause. Kanachur Haji UK Monu, President of Kanachur Education Academy, and other dignitaries graced the occasion.